നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15 തീയതി, അതായത് 2025 മാർച്ച് മാസം 29 തീയതി ശനിയാഴ്ച ദിവസവും രേവതി നക്ഷത്രവും പ്രഥമതിഥിയും പുഴുക്കരണവും ശുക്ലപക്ഷവും ഒത്തുചേർന്ന ദിവസം. അന്നേ ദിവസം രാത്രി 9:44 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയം പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. ഒരു രാശിയിൽ ശനി 2.5 വർഷക്കാലമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ 12 രാശിയും പൂർത്തിയാക്കുവാൻ ശനിക്ക് വേണ്ട സമയം 30 വർഷത്തോളമാണ്. ശനിയെ പൊതുവെ ദോഷകാരകനായ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അഹങ്കാരം, പതനം, അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, കഷ്ടതകൾ അനുഭവിപ്പിക്കുന്നതും ശനിയാണ്. എന്നാൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു ഗ്രഹവുമാണ് ശനി. അതായത് തൻ്റെ സ്വക്ഷേത്രമായ മകരത്തിലോ കുംഭത്തിലോ ഉച്ചക്ഷേത്രമായ തുലാത്തിലോ നിന്നാൽ ശനി ദോഷകാരകനല്ല. ഈ രാശിയിൽ നിൽക്കുന്ന ശനിദശാകാലം വളരെ ഗുണപ്രദമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ജ്യോതിശാസ്ത്രപ്രകാരം ദുഃഖത്തിൻ്റെ കാരകൻ ശനിയാണ്. ശനി ബലവാനായാൽ ദുഃഖം കുറയുകയും ബലഹീനനായാൽ ദുഃഖം കൂടുകയും ഫലമാകുന്നു. ഒരു വ്യക്തിക്കുണ്ടാകുന്ന വീഴ്ചയും കടവും ദുരിതവും വേർപാട്, അലസത, അന്യരെ ഉപദ്രവിക്കുക, നുണ പറയുക എന്നിവയെല്ലാം ശനിദിശയിലും 7.5 ശനിയിലും കണ്ടകശനിയിലും അനുഭവിക്കേണ്ടി വരുന്നു. ശനി ശത്രുക്ഷേത്രസ്ഥിതനായാൽ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകുകയും, ഉദാഹരണമായി വൃശ്ചിക ലഗ്നവും 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നു. അതായത് ശനിയുടെ ശത്രുവായ ആദിത്യൻ്റെ രാശി, ആ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം വരുമ്പോൾ ജോലി നഷ്ടപ്പെടാം. അതുപോലെ 10ാം ഭാവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുകയും ഫലമാകുന്നു. ശനിയുടെ ശത്രുക്കൾ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ ഇവരാകുന്നു. ഇവരുടെ കൂടെയോ ഇവരുടെ ക്ഷേത്രത്തിലോ ഇവരുടെ ദൃഷ്ടിയിലോ നിൽക്കുന്ന ശനി പലവിധ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ശനിയുടെ നിറം കറുപ്പാണ്. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ കാരകത്വമാണ് ശനിക്ക്. ഒരു നപുംസക ഗ്രഹം കൂടിയാണ് ശനി. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിൻ്റെ 2ാം രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് 7.5 ശനി എന്ന് പറയുന്നത്. ഓരോ രാശികളിലും 2.5 വർഷം വീതം 3 രാശികളിലും കൂടി ആകപ്പാടെ 7.5 വർഷം നിൽക്കുന്നത് കൊണ്ടാണ് 7.5 ശനി എന്ന് പേര് വരുവാൻ ഇടയായത്. 7.5 ശനി കാലഘട്ടം പൊതുവെ ഒരാൾക്ക് കഷ്ടതകൾ നിറഞ്ഞതാണ്. ഈ 7.5 വർഷത്തിനിടയ്ക്ക് ശനി 12ൽ നിൽക്കുന്നതായ ആദ്യത്തെ 2.5 വർഷക്കാലത്ത് ജാതകന് സ്ഥാനചലനവും രോഗവും അധിക ചെലവും മനസ്സിന് അസ്വസ്ഥത സംഭവിക്കുകയും ഫലമാകുന്നു. ശനി ജന്മരാശിയിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശരീരശോഭ നഷ്ടപ്പെടുകയും കാര്യങ്ങൾക്കൊക്കെ കുഴപ്പവും നാശവും വരികയും കളത്രദുരിതങ്ങൾ ഉണ്ടാകുകയും ഒരിക്കലും സ്വസ്ഥതയില്ലാതിരിക്കുകയും ഫലമാകുന്നു. ശനി ജന്മരാശിയുടെ 2ൽ നിൽക്കുമ്പോൾ താൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തികളിൽ തോൽവി സംഭവിക്കുകയും ധനനാശം ഉണ്ടാകുകയും സ്വജനങ്ങളുമായി കലഹിക്കുകയും ചെയ്യും. ഒരാളുടെ ജീവിതത്തിൽ സാധാരണയായി 3 തവണ 7.5 ശനി വരാറുണ്ട്. ഇതിൽ ആദ്യത്തെ 2 തവണ മിക്കവാറും വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. 2ാമത്തെ തവണ മിക്കവാറും ജാതകന് വലിയ ദോഷം ചെയ്യാതെ തന്നെ 7.5 ശനി കഴിയും. അതുകൊണ്ട് 2ാമത്തെ 7.5 ശനി പ്രായേണ ഉപദ്രവകാരിയല്ല. 3ാമത്തെ ശനിദശാകാലത്ത് മരണം സംഭവിക്കുക എന്നത് സാധാരണമാണ്. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ 3ാമത്തെ ശനിദശയ്ക്കപ്പുറം ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. 2025 മാർച്ച് 29 മുതൽ 7.5 ശനി തുടങ്ങുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, കാൽ മേടക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും അതുപോലെ കുംഭക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും
മീനക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും 7 ശനി തുടരുകയാണ്. അതായത് അവിട്ടമര, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തികകാൽ ഈ നക്ഷത്രക്കാർക്കും 7 ശനി കാലഘട്ടമാണ്. ചന്ദ്രലഗ്നത്തിൽ നിന്നും 4, 7, 10 ഈ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി കാലഘട്ടം 7 ശനിയെപ്പോലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലഘട്ടമല്ല. പ്രധാന ഫലം അലച്ചിലും സ്ഥാനചലനവും ഉണ്ടാക്കുകയാണ്. 4-ാം സ്ഥാനത്തുള്ള കണ്ടകശനി കാലഘട്ടത്തിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരിടത്ത് പോയി പാർക്കേണ്ടി വരിക പതിവാണ്. ശരീര അസ്വസ്ഥതയും ഇക്കാലത്ത് ഉണ്ടാകുക സാധാരണമാണ്. 7-ാം ഭാവത്തുള്ള കണ്ടകശനി ദശാകാലത്ത് സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പോകേണ്ടി വരുന്നതും പതിവാണ്. 10-ാം സ്ഥാനത്തിലെ കണ്ടകശനി ഉദ്യോഗ സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ചലനവും ചിലപ്പോൾ താഴ്ചയും ഉണ്ടാക്കുന്നു. എന്നാൽ 2025 മാർച്ച് 29 കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ മകയിരമര, തിരുവാതിര, പുണർദം കാൽ മിഥുനക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരും ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ അര കന്നിക്കൂറുകാർക്കും മൂലം, പൂരാടം, ഉത്രാടം കാൽ ധനുക്കൂറുകാർക്കും കണ്ടകശനി കാലഘട്ടമാണ് ഇനിയുള്ള 2.5 വർഷക്കാലം. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഹനുമാന് വടമാലയും വെറ്റിലമാല സമർപ്പിക്കുന്നതും ശിവന് മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ശബരിമല ദർശനം നടത്തുന്നതും കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇന്ദ്രനീലം ധരിക്കുന്നതും നവഗ്രഹാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു ശനിദോഷത്തിൽ നിന്നും.